ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. അപ്പോൾ നമ്മുടെ ലങ്സിൽ, അതായത് ആൽവിയോളസിൽ ഓക്സിജൻ റിച്ച് എയർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഓക്സിജൻ ബ്ലഡിലേക്ക് ഡിഫ്യൂഷൻ നടക്കും. എന്നിട്ട് ബ്ലഡിലുള്ള RBCൻ്റെ ഉള്ളിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ഓക്സിജൻ combines with the hemoglobin in the RBC in a reversible manner to form oxyhemoglobin. ഓക്സിജൻ്റെ മേജർ ട്രാൻസ്പോർട്ട്, അതായത് 97% ട്രാൻസ്പോർട്ട് നടക്കുന്നത് ആസ് ഓക്സി ഹീമോഗ്ലോബിനാണ്. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ്റെ രൂപത്തിലാണ് മേജർ ട്രാൻസ്പോർട്ട് നടക്കുന്നത്, 97%. അപ്പോൾ ഇത് ആൽവിയോളസിൽ വെച്ച് നടക്കുന്ന കാര്യം പറയുന്നതാണ്. O2 + Hb gives HbO2. HB എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. എവിടെ വെച്ചിട്ട്? ആൽവിയോളാർ ക്യാപ്പിലറിയിൽ വെച്ചിട്ട്, ലങ്സിൻ്റെ സർഫസിൽ വെച്ചിട്ട്. എന്നാൽ ഈ ഒരു ഓക്സി ഹീമോഗ്ലോബിൻ ഇനി ടിഷ്യൂസിലെത്തിക്കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് റിയാക്ഷനാണ് നടക്കുക. അതായത് ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യും, എന്നിട്ട് ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് മാറും. എന്നിട്ട് ഈ ഓക്സിജനാണ് പിന്നെ ടിഷ്യൂസിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് ഈ റിവേഴ്സ് റിയാക്ഷനും കൂടെ നടക്കുമെന്ന് പറയുന്നു. ഇൻ എ റിവേഴ്സിബിൾ മാനർ എന്ന് വെച്ചാൽ ഈ HbO2 ഓക്സിജനെ വിട്ടുകൊടുക്കും എന്ന്. ഇവിടെ ടിഷ്യൂ സർഫസിൽ വെച്ചിട്ട്. എന്നാൽ ആൽവിയോളാസ് സർഫസ്, അതായത് ലങ്സിൻ്റെ സർഫസിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുക ചെയ്യാം. 1 ഹീമോഗ്ലോബിൻ മോളിക്യൂൾ കമ്പൈൻസ് വിത്ത് 4 ഓക്സിജൻ. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ 4 ഓക്സിജൻ മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് കാണാം? ഹീമോഗ്ലോബിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ റെഡിൽ കൊടുത്തതെല്ലാം ഗ്ലോബിനാണ്, ഗ്ലോബിൻ ചെയിൻ, അതായത് ആൽഫ ചെയിനും ബീറ്റ ചെയിനും. ഈ ഗ്ലോബിൻ്റെ കൂടെ ഈ ബ്ലൂവിൽ കൊടുത്തത് ഹീമാണ്. 4 ഹീം ഗ്രൂപ്പ് കാണിച്ചിട്ടുണ്ട്. ഹീമും ഗ്ലോബിനും ചേർന്നിട്ടാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഈ ഹീം ഗ്രൂപ്പിൽ അയൺ ഉണ്ടാവും. ആ അയണുമായിട്ടാണ് ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ 4 ഹീം ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 4 ഓക്സിജൻ മോളിക്യൂൾ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അടുത്തത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. When percentage of saturation of hemoglobin is plotted against PO2, a sigmoid curve is obtained. X-axis partial pressure of oxygen, PO2 എടുക്കുന്ന. Y-axis percentage of saturation of hemoglobin with O2. അതായത് എത്രമാത്രം ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നുണ്ട്, അതാണ് Y-ആക്സിസിൽ കൊടുക്കുന്നത്. എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു S ഷേപ്പിലുള്ള കർവാണ്. സിഗ്മോയിഡ് കർവ് എന്ന് പറയും. ഇതിനെന്ത് പറയാം? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയാം. ഈ കർവിൽ ഈ താഴെ ഭാഗം സൂചിപ്പിക്കുന്നത്, താഴെ ഭാഗം PO2 കുറവാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ കുറവാണ്. അതായത് ഹീമോഗ്ലോബിൻ O2 ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത് കുറവാണെന്നർത്ഥം. പിന്നെ PO2 ഇൻക്രീസ് ചെയ്യുമ്പോൾ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂട്ടുമ്പോൾ ഇവിടെ നല്ലൊരു ഇൻക്രീസ് കാണാം. ഈ ഗ്രാഫ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ച് സ്റ്റീപ്പായിട്ട് കാണാം. HbO2 ഫോം ചെയ്യുന്നത് കൂടുതലായിരിക്കും. പിന്നെ അവിടുന്ന് വെരി ഹൈ PO2ൽ നമുക്കൊരു സ്മോൾ ഇൻക്രീസ് കാണാം. HbO2 ഫോം ചെയ്യുന്നതിന് സ്മോൾ ഇൻക്രീസാണ് കാണുന്നത്. പിന്നെ അവിടുന്ന് ആ കർവ് ഫ്ലാറ്റായിട്ട് മാറുന്നതും കാണാം. അപ്പോൾ സാച്ചുറേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ 95ൻ്റെയും 100ൻ്റെയും ഇടയിലായിരിക്കും. 95ൻ്റെയും 100ൻ്റെയും ഇടയിലായിരിക്കും സാച്ചുറേഷൻ ലെവൽ വരിക. ഇനി ഗ്രാഫിൻ്റെ ഈ ഒരു പോർഷൻ സൂചിപ്പിക്കുന്നത്
ഈ ഒരു പോർഷൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ടിഷ്യൂസിൽ വച്ചിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഡിസോസിയേഷൻ നടക്കുന്നതാണ്. HbO2 എന്നത് HBയും O2 ആയി മാറുന്നതാണ്. ടിഷ്യൂസിൽ വെച്ച് നടക്കുന്ന ഡിസോസിയേഷൻ ആണ് ഈ ഗ്രാഫിൽ ഇത്രയും ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത്. ഇനി ഗ്രാഫിൽ ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത് ഇത് ആൽവിയോളസിൽ വെച്ചിട്ടുള്ളതാണ്. ഹൈ PO2 അവിടെ ഓക്സിജനേഷൻ നടക്കുന്ന കാര്യം പറയുന്നതാണ്. ഓക്സിജനേഷൻ നടക്കുന്നതാണ് ഗ്രാഫിൽ ഈ ഒരു ഭാഗം കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് ലങ്സ് സർഫസിൽ വെച്ചിട്ട് ആൽവിയോള കാപ്പിലറിയിൽ. ഇനി അടുത്തത് ഫാക്ടേഴ്സ് ഫോർ ഓക്സിജനേഷനാണ്. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ വേണ്ട ലങ് സർഫസിൽ ആൽവിയോളാർ കാപ്പിലറിയിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ വേണ്ട ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ആൽവിയോളെ എന്തൊക്കെ ഫാക്ടേഴ്സാണ്? ഹൈ PO2 ആണ്, ലോ PCO2 ആണ്, ലോ H+ കോൺസെൻട്രേഷനാണ്, ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് എന്ത് വേണ്ടത്? ഓക്സിജനേഷന് വേണ്ട ഫാക്ടേഴ്സ്. അപ്പോൾ എന്നാ സംഭവിക്കുക? ഇവിടെ Hb+O2 എവിടെ വെച്ച്? ആൽവിയോള കാപ്പിലറിയിൽ വെച്ചിട്ട് ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. ഇനി ഫാക്ടേഴ്സ് ഫോർ ഡീഓക്സിജനേഷനാണ്. അതെവിടെ വെച്ചിട്ടാണ് നടക്കുക? ടിഷ്യൂസിൽ വെച്ചിട്ട്. ഓക്സി ഹീമോഗ്ലോബിനുള്ള ബ്ലഡ് ഇനി ടിഷ്യൂസിലെത്തും. അപ്പോൾ ടിഷ്യൂസിൽ എന്തൊക്കെ ഫാക്ടേഴ്സ്? ലോ PO2 കുറവായിരിക്കും. ഹൈ PCO2 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും, കാരണം അവിടെ മെറ്റബോളിക് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഹൈ H+ കോൺസെൻട്രേഷൻ, ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ടിഷ്യൂസിലുള്ള ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? HbO2 ഓക്സി ഹീമോഗ്ലോബിൻ ടിഷ്യൂ കാപ്പിലറിയിൽ വെച്ചിട്ട് ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഡിസോസിയേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ Hb+O2 ആയി മാറുന്നു. HbO2 എന്നുള്ളത് Hb+O2 ആയി മാറുന്നു. ഓക്സിജൻ ഡിസോസിയേഷൻ അവിടെ നടക്കുന്നു. ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഡിസോസിയേഷൻ നടക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞത്. ലോ PO2, ഹൈ PCO2, ഹൈ H+ കോൺസെൻട്രേഷൻ, ഹൈ ടെമ്പറേച്ചർ. ഇനി ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് കോമൺ ആയിട്ട് ചോദിച്ചാൽ പറയേണ്ടത് PO2, പിന്നെ PCO2, H+ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. ഇത്രയേ പറയാം. അത് കോമൺ ആയിട്ട് പറയാം. സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും ചോദിച്ചാൽ ഫാക്ടേഴ്സ് ഫോർ ഓക്സിജനേഷൻ, ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ വേണ്ട ഫാക്ടേഴ്സ്. അപ്പോൾ ഹൈ PO2, ലോ PCO2, ലോ H+ കോൺസെൻട്രേഷൻ, ലോ ടെമ്പറേച്ചർ അങ്ങനെ പറയാം. ഇനി ഫാക്ടേഴ്സ് ഫോർ ഡിയോക്സിജനേഷൻ ചോദിച്ചാൽ, അതായത് ഡിസോസിയേഷൻ, ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഡിസോസിയേഷന് വേണ്ട ഫാക്ടേഴ്സ് ചോദിച്ചാൽ ലോ PO2, ഹൈ PCO2, ഹൈ H+ കോൺസെൻട്രേഷൻ, ഹൈ ടെമ്പറേച്ചർ അങ്ങനെ പറയാം. പൊതുവായിട്ട് ചോദിച്ചാൽ PO2, PCO2, H+ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ അങ്ങനെ പറയാം. ഇനി എവറി 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാൻ ഡെലിവർ അപ്രോക്സിമേറ്റ്ലി 5 ml ഓഫ് O2 ടു ദ ടിഷ്യൂസ്. അങ്ങനെ പറഞ്ഞാൽ 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സി ഹീമോഗ്ലോബിനുള്ള ആ ബ്ലഡ് 100 ml ബ്ലഡ് അതെന്ത് ചെയ്യുന്നു? അപ്രോക്സിമേറ്റ്ലി 5 ml, ഏകദേശം ഒരു 5 ml ഓക്സിജൻ ടിഷ്യൂസിന് കൊടുക്കുന്നുണ്ട്. 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് 5 ml O2 ടിഷ്യൂസിന് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ബൈ ഡിസോൾവിങ് ഇൻ പ്ലാസ്മ 3%. ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് പ്ലാസ്മയിൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്തിട്ട്, പ്ലാസ്മ പറഞ്ഞാൽ വാട്ടറാണ് മെയിനായിട്ട്, അപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് 3%, വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് 3% ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്.
അപ്പോൾ 2 മെത്തേഡിലാണ് ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഒന്ന് ആസ് ഓക്സി ഹിമോഗ്ലോബിനുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്ത് അങ്ങനെ അത് 97%. രണ്ടാമതായിട്ട് ബൈ ഡിസോൾവിങ് ഇൻ പ്ലാസ്മയിലുള്ള വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് 3%.